ഹാപ്പി ഇന്റർനാഷണൽ വുമൻസ് ഡേ. ഇപ്പോൾ കേരളത്തിൽ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ചില സംഭവങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. സോ സ്റ്റിൽ സം പീപ്പിൾ തിങ്ക് വുമൻ ഡ്രസ്സിങ് അപ്പ് ഫോർ മെൻ, വിച്ച് ഈസ് നോട്ട് ട്രൂ. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഡ്രസ്സപ്പ് ചെയ്യുന്നത്, ഒരുങ്ങി നടക്കുന്നത് എപ്പോഴും ഇഷ്ടമാണ്. സോ ഞാനത് എനിക്കിഷ്ടമുള്ള ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. എനിക്ക് കോൺഫിഡൻസ് തരുന്ന, എനിക്കിഷ്ടമുള്ള, ഞാൻ മറ്റേ കരീന കപൂർ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഐ ആം മൈ ഫേവറേറ്റ് പേഴ്സൺ. സോ എനിക്കിഷ്ടമുള്ള ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. There are times like I have a shock to wear sari, so then I'll be wearing sari. There are times I like to wear shorts, then I'll be wearing shorts. So it has nothing to do with the men. ഇനി അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഡ്രസ്സ് ഇഷ്ടമാണെന്ന് വന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വുമൺ കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം തോന്നുക. So I know it's a hard pill to swallow for some men, but that is the truth. So രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് എൻ്റെ ഫേവറേറ്റ് കോട്ട് എന്നുള്ളത്. എൻ്റെ ഫേവറേറ്റ് കോട്ട് റീസെൻ്റ്ലി ഒരു, നിങ്ങൾ ന്യൂസിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രഞ്ച് rape survivor Giselle Pelicot, I'm not sure if I'm saying her name correct, if not sorry. പുള്ളിക്കാരി പറഞ്ഞൊരു കോട്ടാണ്, ഷെയിം മസ്റ്റ് ചേഞ്ച് സൈഡ്സ്. പുള്ളിക്കാരിനെ എക്സ് ഹസ്ബൻഡ് അടക്കമുള്ള 50ഓളം പേര് റേപ്പ് ചെയ്തതിന് ശേഷം കോടതിയിൽ വന്നപ്പോൾ പുള്ളിക്കാരിയുടെ പേര് അനോണിമസ് ആയിരിക്കണോ, പുള്ളിക്കാരുടെ മുഖം കവർ ചെയ്യണോ, അല്ലെങ്കിൽ പേര് വെളിപ്പെടുത്താതിരിക്കണോ, ക്ലോസ്ഡ് ആയിട്ട് കോർട്ടിൽ നടത്തണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ വാചകമാണ് ഷെയിം മസ്റ്റ് ചേഞ്ച് സൈഡ്സ്. കാരണം ഞാനല്ല നാണംകേട് വിചാരിക്കേണ്ടത്, തെറ്റ് ചെയ്തത് അവരാണ്, അപ്പം അവർ വേണ്ടേ നാണംകേട് വിചാരിക്കാൻ എന്നുള്ളത്. സോ ഐ ഫീൽ ലൈക്ക് ദാറ്റ് ഈസ് എ പവർഫുൾ സ്റ്റേറ്റ്മെൻറ്റ്, ബിക്കോസ് ഷെയിം ഈസ് എ പവർഫുൾ ടൂൾ society or men uses against women. So I feel like that is a powerful statement, and that is one of my favorite quotes.